ഹായ് ഗൈസ്, സ്റ്റോറി ടൈം. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സോടെ ട്രെക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പൊതുവായിട്ട് എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് നടന്നു പോകുമ്പോൾ എൻ്റെ മുന്നിൽ നടക്കുന്ന ആൾക്കാർ കുറച്ച് സ്പീഡ് കുറഞ്ഞാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ കാരണത്താൽ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവും, പെട്ടെന്ന് നടന്നു വരും, എന്തിനിങ്ങനെ സ്റ്റക്ക് ആവുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട്. അത് നടത്തത്തിൽ മാത്രമല്ല കേട്ടോ, എന്തെങ്കിലും ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ എൻ്റെ അതേ പേസ് സ്പീഡ് മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലിങ്ങനെ ഇറിറ്റേറ്റഡ് ആവും. പുറത്ത് പറയില്ല, അവർക്ക് വിഷമാവുമല്ലോ, അങ്ങനെ പുറത്ത് പറയാറൊന്നും നിൽക്കാറില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുമായിരുന്നു. ഈ ട്രിപ്പ് പോയ സമയത്ത് ഐ ഗെസ് ഇറ്റ്സ് 7 or 9 kilometer ട്രെക്ക്. ഇത് പോയപ്പോൾ ഈ പ്രശ്നം എന്നെ വല്ലാണ്ട് അലട്ടിയായിരുന്നു. എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ ഞാൻ നടക്കുമ്പോൾ മുന്നിൽ സ്റ്റക്കാവുക, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ് നടക്കുക. അപ്പോൾ എനിക്ക് ആദ്യം ഇങ്ങനെ ഇവരെ ഓവർടേക്ക് ചെയ്യാനുള്ള ഭയങ്കരമായ ടെൻഡൻസി തോന്നുമായിരുന്നു. ആദ്യത്തെ ഒരു ആവേശമാണല്ലോ. പിന്നെ കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ പേസും പതിയെ സ്ലോ ആവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പിന്നിൽ വരുന്ന ആൾക്കാർ ഇംപേഷ്യൻ്റായിട്ട് ഓവർടേക്ക് ചെയ്ത് പോവാതെ എന്നെ സപ്പോർട്ട് ചെയ്ത് പിന്നിൽ എന്നെ നടന്നു വരുന്നുണ്ടായിരുന്നു. അതേപോലെ തിരിച്ചിറങ്ങിയപ്പോഴാണെങ്കിലും എനിക്ക് കാലിന് കുറച്ചും ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങുന്നുണ്ടോ, സേഫായിട്ടാണോ ഇറങ്ങുന്നതെന്നൊക്കെ നോക്കി എന്നെയും കൂട്ടിയിട്ടാണ് ത്രൂ ഔട്ട് ദ ട്രക്ക് തിരിച്ചിറങ്ങി താഴെ വരെ എത്തിയത്. ഓക്കെ, ഈ യാത്രകൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. അങ്ങനെ ഞാൻ പഠിച്ചൊരു ലൈഫ് ലെസൺ ആണിത്. എവ്രിബഡി ഹാസ് ദെയർ ഓൺ പേസ്. നമ്മളിങ്ങനെ ധൃതി കൂട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ വേറൊരാളെ പോയിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല. ഇതിപ്പോൾ നമ്മളൊരിടത്ത് നടന്നു പോകുന്ന കാര്യമോ ടാസ്ക് ചെയ്ത് തീർക്കുന്ന കാര്യമോ മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ലൈഫ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി നമുക്ക് തന്നിട്ടുള്ള കുറേ ടൈം ലൈൻസ്, ഡെഡ് ലൈൻസ് ഉണ്ട്. ഇത്ര വയസ്സിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം, ഇത്ര വയസ്സിൽ ജോലി കിട്ടണം, കല്യാണം, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ഓ മൈ ഗോഡ്. പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ പേസ് ഉണ്ടെന്നേ. ഞാൻ വളർന്നു വന്നതും ജീവിക്കുന്നതുമായ ജീവിത സാഹചര്യം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എല്ലാവരും അവർക്ക് പറ്റുന്ന പോലെ അവരുടേതായ രീതിയിൽ ലൈഫ് ഫിഗർ ഔട്ട് ചെയ്ത് മുന്നോട്ട് വന്നോളും. ഇനിയിപ്പോൾ അഥവാ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് താങ്ങാനാണെങ്കിലും അത് നല്ലത് തന്നെ. എന്ന് വെച്ച് അവരുടെ പേസ് പോരാ, അവർ പോണ ഡയറക്ഷൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്നുള്ളത് എനിക്ക് ആ ട്രിപ്പെന്ന് മനസ്സിലായി. ഇതിപ്പോൾ ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, നിങ്ങളെപ്പറ്റി സ്വയം ചിന്തിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. 23 വയസ്സുണ്ട് എനിക്ക്. ഐ ആം സ്റ്റിൽ എ സ്റ്റുഡൻറ്റ്. ഇപ്പോഴും പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ഇയർ ഗ്യാപ്പിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ജോലിയുള്ളവരുണ്ട്, കല്യാണം കഴിഞ്ഞവരുണ്ട്, ഈവൻ 23 വയസ്സിൽ കുട്ടികളുള്ള ഫ്രണ്ട്സ് വരെ എനിക്കുണ്ട്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇപ്പോൾ ഇയർ ഗ്യാപ്പിലിരിക്കുന്നവർ ഫെയിലായി, അല്ലെങ്കിൽ ഇപ്പോഴും സ്റ്റുഡൻ്റ് ആയിട്ട് ഇരിക്കുന്നവർ എവിടെയോ സ്ലോ ഡൗൺ ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഷെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവരവരുടെ ലൈഫ് ഫിഗർ ഔട്ട് ചെയ്ത് വന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്ന പൊസിഷൻ, ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഫോർ ദം. അതിൻ്റെ പിന്നിൽ അവരിട്ട എഫേർട്ടും അനുഭവിച്ച പെയിനും സഫറിങ്ങും ഒന്നും നിങ്ങളാരും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് മുന്നിലാണ് പിന്നിലാണെന്ന് പറഞ്ഞ് സ്വയം പ്രഷറൈസ് ചെയ്യോ ബാക്കിയുള്ളവരെ പ്രഷറൈസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.